എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനീ പോകുന്നതേ എങ്ങോട്ടാണെന്ന് കാണിക്കാം. കാരണം ഇവിടെ മുറ്റത്തൊരു മരം നിപ്പുണ്ടായിരുന്നു, അതൊരു പരുവത്തിലാക്കി എടുത്ത് ഇന്നലെ. കണ്ടോ, ഇതാണ് സംഭവം. കുറ്റിയോടെ അങ്ങ് വെട്ടി, കാരണം ഭയങ്കരമായിട്ട് വളർന്ന് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഇനി ഇത് വളർന്നു വരണം. ഇല ഞാൻ കളഞ്ഞില്ല, അതുകൊണ്ട് നല്ലൊരു തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ തോരനാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ സാധനം കണ്ടിട്ട് മനസ്സിലായി എന്താണെന്നുള്ളത്. അതിൻ്റെ തളിരെല്ലാം എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒത്തിരി നീട്ടിപ്പരത്തി പറയണ്ടല്ലോ, ഇത് മൾബറി ലീവ്സാണ്, അതിൻ്റെ തളിരില്ല. അപ്പോൾ ഇതുകൊണ്ടുള്ള തോരനാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. BP-ക്ക് ബെസ്റ്റ് മെഡിസിനാണിത്. ഇതുപോലെ ഒരുപാട് നല്ല റെസിപ്പീസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്, എങ്കിലേ ചാനലിൽ റീച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മൾബറി ഇല തോരൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ തളിരില നോക്കി വേണം എടുക്കാനായിട്ട്. ഇനി തളിരിലയാണെങ്കിൽ പോലും ഒരുപാട് പിരിപിരാന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കരുത്. അപ്പം ഇളം ആയിട്ടുള്ള ഇല വേണം എടുക്കാൻ, ഒത്തിരി മൂത്ത ഇല എടുക്കണ്ട. അങ്ങനെ ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഞാനിതൊന്ന് അരിഞ്ഞു വെക്കണം ആദ്യം. അതിനുശേഷം പിന്നെ നമുക്ക് തോരൻ വയ്ക്കാം. നല്ല ഇളം ഇലകൾ നോക്കി എല്ലാം നമ്മുടെ ചീരയൊക്കെ അരിയുന്നത് പോലെ അങ്ങ് അരിഞ്ഞു വെച്ചാൽ മതി. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാന്താരി ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ അതും കാന്താരിയും വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ കാന്താരി തന്നെയാണ് എടുക്കുന്നത്. ഈ കാന്താരിയും അതുപോലെ തന്നെ വെളുത്തുള്ളി. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി മതി. ഇതൊന്ന് ചതച്ച് വെക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട. തേങ്ങ നമുക്ക് പിന്നെ അരയ്ക്കൊന്നും വേണ്ടത്, അങ്ങനെ തന്നെ ഇടാം. അതുപോലെ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇടാം. അപ്പോൾ ഇത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതും ഇടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തോരൻ പെട്ടെന്ന് ചെയ്യാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. തീ കത്തിച്ചു, നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. ആദ്യമേ നമുക്ക് കടുക് വറുത്തിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ചട്ടി ചൂടാകുന്നതിന് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നതിന് നമുക്ക് കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇത് കൊച്ചുള്ളി ആയാലും മതി. ഈ മൾബറി ഇല തോരൻ വെക്കാം എന്ന് ചെടി നോക്കുന്ന ആ ചേട്ടനാണ് പറഞ്ഞത് മൾബറി വെട്ടിയപ്പോൾ. എനിക്കും അതറിയത്തില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്നിച്ച് ഈ മൾബറി ഇല തോരൻ വയ്ക്കാം. അപ്പം ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തു. കാര്യം പറയുന്ന ഉടനെ നമുക്ക് ഒരു തോരൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾ തട്ടിപ്പോയെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഉള്ളി പകുതി വഴലുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഉപ്പിടാം. പണ്ടുള്ളവർ പറയും ഉപ്പ് കൈകൊണ്ട് വേണം ചേർക്കാൻ, എന്താണെന്നോ അതിൻ്റെ ടെക്നിക്കെന്ന് അറിയില്ല. ഏതായാലും ഉപ്പിട്ടു. ഇന്നിപ്പോൾ കൈകൊണ്ടായിട്ടോ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന കാന്താരിയും വെളുത്തുള്ളി അതും കൂടി ഇതിലൂടെ ഇടാം. ഉള്ളി പകുതി വഴന്നതിന് ശേഷമാണ് ഇതിടുന്നത്. ഇനി ഉള്ളിക്കിപ്പം ഉപ്പും എരിയും ഒക്കെ ആവും. ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയും കൂടി ഇടാം. അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾ വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട, അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എളുപ്പമല്ല, അരപ്പൊന്നും അരയ്ക്കാൻ പോകണ്ട. തേങ്ങയും ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൾബറി തോരനല്ല, മൾബറി ഇല ഇടാം. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കേണ്ടത് എങ്ങനെയാണ് ടേൺ ഔട്ട് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. റിസർച്ച് ചെയ്തിടത്തൊക്കെ പറയുന്നത് ഇത് പ്രഷറിന് ബെസ്റ്റ് സാധനമാണ്. തന്നെയല്ല, ഗ്രീൻ ലീഫാണല്ലോ, അതിനകത്ത് അയണും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. തീ ഒന്ന് കുറച്ചതിന് ശേഷം ഇനി ഇതൊന്ന് ഒതുക്കി ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി തോർത്തിയെടുക്കാം നമുക്ക്. ഇത് ഞാൻ ആവിയൊന്നും പോകാതെ ഒന്ന് അടച്ച് വെക്കുകയാണ്, ഒന്ന് വെന്തോട്ടെ. 2-3 മിനിറ്റ് ചെറിയ തീയിലിരുന്ന് ഇലയൊന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി, അപ്പോഴത്തേനും അത് വേകും. നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയും നിങ്ങൾ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം, എങ്കിൽ ചാനലിൽ നല്ല റീച്ച് കിട്ടുകയുള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇങ്ങനെ ആവി വരുന്നുണ്ട്. ഈ മുരിങ്ങയില തോരനൊക്കെ നമ്മൾ വെക്കത്തില്ലേ എന്ന് പറഞ്ഞൊരു സംഭവമാണെന്ന് തോന്നുന്നു ഈ മൾബറി തോരനും. മണമൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല. അപ്പോൾ കുഴഞ്ഞു പോകാതെ ഇരിക്കാനായിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാഞ്ഞത്. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊക്കെ വെന്തെടുത്താൽ മതി. ഇളക്കി ഇത് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഇത് ഞാൻ ഉപ്പ് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഈ പുഴുക്കളൊക്കെ മൾബറി ഇല തിന്നുന്നതിൻ്റെ രഹസ്യം മനസ്സിലായത്. നമുക്കറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ നല്ല ഒന്നാന്തരം തോരനാണിത്. അപ്പം ഞാനും ഇത് ആദ്യമായിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞില്ലേ, ഒരു മുഖച്ഛായ പറയണമല്ലോ പരിചയപ്പെടുത്താൻ. അത് ഒരു വെണ്ടയ്ക്ക തോരൻ്റെയാണ്. BP ഉള്ള കൂട്ടുകാർക്ക് ഇത് ഇപ്പം തന്നെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പക്ഷേ അവരുടെ വീട്ടുമുറ്റത്ത് മൾബറി വേണം, അത് വേറൊരു വിഷയം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.